Welcome back to 5th day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റുകളും അതായത് അതിലത്തെ കോഎഫിഷ്യൻസും ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന്റെ കോഎഫിഷ്യൻസും സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അത് സിമ്പിളായി ചെയ്യാവുന്ന ചില ട്രിക്സും ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So take a notebook, we can learn together, we can grow together. Okay. കഴിഞ്ഞ ദിവസം നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ സീറോസും ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന്റെ കോഎഫിഷ്യന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചതാണ്. അത് പ്രകാരം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇത് CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Find a quadratic polynomial where zeros are 5 minus 3 root 2 and 5 plus 3 root 2. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ രണ്ട് സീറോസ് ആണ്. ഒന്ന് 5 മൈനസ് 3 റൂട്ടും വേറെ ഒരെണ്ണം 5 പ്ലസ് 3 റൂട്ടും ആണ്. നമ്മൾ പഠിച്ച റിലേഷൻഷിപ്പ് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദി പോളിനോമിയൽസ്, സീറോസ് ഓഫ് എ പോളിനോമിയൽ, quadratic polynomial, then alpha plus beta is equal to minus b by a and alpha beta is equal to c by a. ഈ പോളിനോമിയൽ എങ്ങനെ ഇരിക്കണം? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോമിലുള്ള പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ മൈനസ് b by a ആണ് രണ്ട് സീറോയും ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ c by a ആണ് രണ്ട് സീറോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇതിൽ തന്നിരിക്കുന്ന ഗിവൺ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഗിവൺ ആൽഫ ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 റൂട്ട് 2 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 5 പ്ലസ് 3 റൂട്ട് 2. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 റൂട്ട് 2 പ്ലസ്, തെറ്റിക്കാതെ എഴുതണം, 5 പ്ലസ് 3 റൂട്ട് 2. 5 പ്ലസ് 3 റൂട്ട് 2. നോക്കാം, 5 മൈനസ് 3 റൂട്ട് 2 പ്ലസ് 5 പ്ലസ് 3 റൂട്ട് 2. മൈനസ് 3 റൂട്ടും പ്ലസ് 3 റൂട്ട് 2 ക്യാൻസൽ ആയിപ്പോ ഈക്വൽ ടു 0 ആണ്. ദെൻ ഇവിടെ എന്താ വരുന്നത്? 5 പ്ലസ് 5 10 ആണ് വരുന്നത്. ആൽഫ പ്ലസ് ബീറ്റ. ഇനി നെക്സ്റ്റ് നമുക്ക് ആൽഫ ബീറ്റ എന്താന്ന് എഴുതണം. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 5 മൈനസ് 3 റൂട്ട് 2 ഇൻറ്റു 5 പ്ലസ് 3 റൂട്ട് 2 ആണ്. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി രൂപത്തിലാണ് കിടക്കുന്നത്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എഴുതി തരാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി രൂപത്തിൽ വരുന്ന ഒരു ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതിന്റെ എ എന്താണ്? 5 സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? 3 റൂട്ട് 2 മൈനസ് 3 റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇടാൻ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പൊ ഇനി നോക്കി നോക്കാം. ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് 3ക്കും സ്ക്വയർ ഉണ്ട്, റൂട്ട് 2നും സ്ക്വയർ ഉണ്ട്. 3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 വരും, റൂട്ട് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 2 വരും. Then this become 25. 9 into 2 എന്താണ്? 18. എത്രയാണ് വരുന്നത്? 25 എന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ആൽഫ പ്ലസ് ബീറ്റ 10 ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 7 ആണ്. ഇനി നമുക്ക് എങ്ങനെ പോളിനോമിയൽ റെപ്രസെന്റ് ചെയ്യാം? Then polynomial is x square minus sum of x square minus sum of zeros or into x plus product of zeros. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? ജനറൽ ഫോം ഓഫ് ദി പോളിനോമിയൽ. അതായത് നമ്മൾ എന്ത് ചെയ്തു? എ എന്നുള്ളത് 1 ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇതിവിടെ ബി വരും, ഇവിടെ സി വരും. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ജനറൽ ഫോർമുല പോളിനോമിയലിന്റെ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഒന്നുകൂടി എഴുതുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് സം എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഓഫ് എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് ഫോർമുല. അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? 10. ഇവിടെ കിട്ടിയതല്ലേ ആൽഫ പ്ലസ് ബീറ്റ 10.
10x പ്ലസ് പ്രോഡക്റ്റ് എന്താ വരുന്നത് 7. ഇവിടെ കിട്ടിയതാണ് നമുക്ക് ആൽഫ ബീറ്റ അല്ലെ, ആൽഫ ബീറ്റ 7 കിട്ടിയതാണ്, പ്ലസ് 7. ഇതാണ് നിങ്ങളുടെ ചോദിച്ചിരിക്കുന്ന പോളിനോമിയൽ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് നമുക്ക് രണ്ട് സീറോസ് തന്നിട്ടുണ്ട്. ഈ സീറോസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോളിനോമിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സീറോസ് വരുന്ന പോളിനോമിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ √2 ഒക്കെ കാണുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇക്യു ക്വസ്റ്റിന്റെ ആൻസർ നോക്കിക്കേ, വളരെ എളുപ്പമല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൽഫയാക്കി എടുക്കുക, ഇത് ബീറ്റയാക്കി എടുക്കുക. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരും. ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറയുന്നത് a² മൈനസ് b². ഈ ഐഡന്റിറ്റി നമ്മൾ 9ലും 8ലും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 5² മൈനസ് 3√2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കും. ഏതെങ്കിലും 3കോ 2നോ ഏതെങ്കിലും ഒന്നിന് സ്ക്വയർ ചെയ്യാൻ മറക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ബാക്കി തെറ്റിപ്പോവും. അപ്പൊ ഇത് രണ്ടിനും കൂടിയുള്ള സ്ക്വയർ ആണ്, രണ്ട് ടേമിന് സ്ക്വയർ ചെയ്യണം. അപ്പൊ 5² വരും, 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 വരും, √2നെ സ്ക്വയർ വരുമ്പോൾ 2 വരും. അപ്പൊ ഇതെന്ത് വരും, 25 മൈനസ് 18 7 വരും. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് 2 സീറോസ് എന്നാണ് 7. ഇനി ജനറൽ ഫോർമുല എന്ത് വരും, x² മൈനസ് സം ഓഫ് സീറോസ് ഓഫ് x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അതായത് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഓഫ് എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഈ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. x² മൈനസ് 10x പ്ലസ് 7 ഇസ് ഈക്വൽ ടു p ഓഫ് എക്സ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് എ പോളിനോമിയൽ x² മൈനസ് 4√3x പ്ലസ് 3 and find the value of alpha plus beta minus alpha beta. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൽ നിന്നും ഈ ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് നമുക്ക് ax² പ്ലസ് bx പ്ലസ് c എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x² പ്ലസ് b/ax പ്ലസ് c/a എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ b/a എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ x² മൈനസ് b/a എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് b/a x, രണ്ട് തവണ ഒരു മൈനസ് ഇട്ടു, പ്ലസ് c/a. ഇങ്ങനെ എഴുതാലോ. മൈനസ് b/a എന്താണ്, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഓഫ് എക്സ്. അതായത് രണ്ട് സീറോസിന്റെ സം ആണ് എന്ത് പറയുന്നത്, മൈനസ് b/a. അതുപോലെ c/a എന്താണ്, ആൽഫ ബീറ്റ, രണ്ട് സീറോസിന്റെ പ്രൊഡക്റ്റ് ആണ് c/a. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലുമായിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കി നോക്കാം. തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ്, ഗിവൺ പോളിനോമിയൽ, ഗിവൺ p ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² മൈനസ് 4√3x പ്ലസ് 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ. തന്നിരിക്കുന്ന പോളിനോമിയലിനെ ജനറൽ പോളിനോമിയലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അറിയാം x² കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ഇവിടെ വരുന്നതിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, 4√3 ആണ്. കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 4√3. അതുപോലെ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കിക്കേ, ഇവിടെ കോൺസ്റ്റന്റ് ടേം 3 ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എന്താണ്, ആൽഫ ബീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. ഇതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം 4√3 മൈനസ് 3. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഗിവൺ വാല്യൂ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ഇക്വേഷൻ ഈ ഫോമിൽ എഴുതാൻ അറിയണം എന്ന് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഓക്കെ, ഒരു ജനറൽ ഫോമില് ഈ രീതിയിലും എഴുതാം. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഇങ്ങനെയും എഴുതാം. അതിന്റെ വേറൊരു രൂപം സീറോസ്, അതായത് കോഎഫിഷ്യന്റിനെ ഇങ്ങനെ സീറോസിന്റെ ടേംസിലൂടെയും എഴുതാൻ കഴിയും. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് തന്നിരിക്കുന്ന പോളിനോമിയലിനെ കമ്പയർ ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റ എഴുതുക, ആൽഫ ബീറ്റ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം കണ്ടുപിടിക്കുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് p ഫോർ വിച്ച് 1 റൂട്ട് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ
px square minus 14x plus 8 equal to 0 is 6 times the other. Question നന്നായി വായിക്കുക. Find the value of p for which the root of the quadratic polynomial px square minus 14x plus 8 equal to 0 is 6 times the other. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പോളിനോമിയലിന്റെ px square minus 14x plus 8 equal to 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു റൂട്ട് മറ്റേ റൂട്ടിനേക്കാൾ 6 ടൈംസ് ഇരട്ടി 6 മടങ്ങ് കൂടുതലാണ്. 6 ടൈംസ് ദ അതർ. ഇതാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ സീറോസിനെയാണ് റൂട്ട് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം, ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദി റൂട്ട് അല്ലെങ്കിൽ സീറോ. രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റൂട്ട് എന്ന് പറയുന്നത് സീറോസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ബി ദ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ, റൂട്ട് ഓഫ് ദി പോളിനോമിയൽ അല്ലെങ്കിൽ സീറോ ഓഫ് ദി പോളിനോമിയൽ എന്ന് എഴുതാം. പോളിനോമിയൽ പി എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 8 ഈക്വൽ ടു 0. ഇതാണ് എന്ത് പറയുന്നത്? റൂട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ റൂട്ടിന് പകരം നമുക്ക് സീറോസ് എന്ന് എഴുതാം. Okay, of the polynomial px square minus 14x equal to plus 8 equal to 0. ഇതിന്റെ ഇതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ പ്രകാരം ഒരു റൂട്ട് മറ്റേ റൂട്ടിനേക്കാൾ 6 ടൈംസ് ആണ്. അതായത് ആൽഫ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, നേരെ തിരിച്ചെടുക്കാം. 6 ടൈംസ് ബീറ്റയാണ്, ഒരെണ്ണം 6 ഇരട്ടിയാണ്. ഇത്രയും ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പി. ഈ പിയുടെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പോളിനോമിയലിൽ നിന്ന് എന്ത് എഴുതാം? ഈ പോളിനോമിയൽ എങ്ങനെ എഴുതാം? പി എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 8 ഈക്വൽ ടു 0. നമുക്ക് അറിയാവുന്ന കാര്യം ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പൊ ഈ പോളിനോമിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോർമാറ്റിൽ എഴുതാം അല്ലെ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ആ ഫോർമുല എഴുതാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അപ്പൊ ഇവിടുത്തെ എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ വരുന്നത്? മൈനസ് 14. മൈനസ് ഓഫ് മൈനസ് 14. ഇനി ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ പറയുന്നത്? പി ഓൾ ഡിവൈഡഡ് ബൈ പി ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ പി. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് 6 ബീറ്റയാണ്. ഇവിടെ താഴത്ത് 6 ബീറ്റ പ്ലസ് ബീറ്റ ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ പി. അപ്പൊ ഇത് എന്ത് വരും? 7 ബീറ്റ ഇസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ പി വരും. 14 ഡിവൈഡഡ് ബൈ പി. അപ്പൊ ഈ 7 ഇവിടെയും കട്ട് ചെയ്യാം. അപ്പൊ എത്ര പോകും? 2 ടൈംസ് പോകും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഇസ് ഈക്വൽ ടു 2 ബൈ പി. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിസൾട്ട്. ക്ലിയർ? ഇത്രയും കാര്യം കിട്ടി. ഇനി നമുക്ക് ഒരു റിസൾട്ട് കൂടി അറിയാം അല്ലെ. എന്താ നമുക്ക് അറിയാവുന്ന കാര്യം? ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 6 ബീറ്റ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി. എന്താ അവിടെ വരുന്നത്? കോൺസ്റ്റന്റ് ടേം ആണ് സി വരുന്നത്. ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ടേം എന്താണ്? 8. 8 ഡിവൈഡഡ് ബൈ എ എന്താ വരുന്നത്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? പി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 6 ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ബൈ പി. ഇത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ബീറ്റ എന്താന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? 2 ബൈ പി. 6 ഇൻറ്റു ഈ ബീറ്റയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 2 ബൈ പി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ബൈ പി. ഓക്കെ, നമ്മളിവിടെ എത്തി. 6 ഇൻറ്റു ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 ഇൻറ്റു 2 ബൈ പി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ബൈ പി. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഓരോ അൺനോൺ വേരിയബിളേ ഉള്ളൂ പി. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 6 ഇൻറ്റു ഈ ടേമിന് രണ്ടിനും സ്ക്വയർ ചെയ്യണം, കാരണം ബ്രാക്കറ്റ് ഉള്ളതാണ്. അപ്പൊ 2ന് സ്ക്വയർ ചെയ്യുമ്പോൾ 4 ഡിവൈഡഡ് ബൈ പിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 8 ബൈ പി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ പിനെ ഇങ്ങോട്ട്, പി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകാം, 8നെ താഴത്തേക്ക് കൊണ്ടുപോകാം അല്ലെ. പി സ്ക്വയർ ഇവിടെ ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ പി സ്ക്വയർ ഇങ്ങനെ വരും ഡിവൈഡഡ് ബൈ പി. ഈ 8 എന്താണ്? ഇവിടെ ന്യൂമറേറ്ററിലാണ്. അപ്പൊ താഴത്തേക്ക് വരുമ്പോൾ എന്ത് വരും? ഇവിടെ 8 വരും. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോ പി ഇവിടെ കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരുള്ളൂ? ബാക്കി പി. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി.
ഇവിടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകുമ്പോൾ 2 ആണ് അല്ലെ. 8ൽ 4 2 ടൈംസ് പോകും. വീണ്ടും കട്ട് ചെയ്യുക, ഇവിടെ 2ൽ 3 ടൈംസ്. അപ്പൊ പിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നത്? 3 ആണ് വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. കട്ട് ചെയ്ത് കളയാനേ പാടുള്ളൂ കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത സമയം എടുക്കും. അങ്ങനെ ചെയ്യാം. 24 ഡിവൈഡഡ് ബൈ 8 ആണ്. 6 × 4 = 24 വരും. 24 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 3 ആണ്. അങ്ങനെയും ചെയ്യാം. പക്ഷെ വെട്ടിക്കളയാൻ പറ്റുന്നവർക്ക്, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. p²/p എന്ന് പറയുന്നത് p ആണ്. അതെങ്ങനെയാണ് വരുന്നത്? p² എന്ന് പറയുന്നത് p × p ആണ്. താഴെ p വരും. ഈ രണ്ട് pയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു p ആണ്. ഇതൊക്കെ അറിയാമെന്ന് കരുതുന്നു. p = 3. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് വൺ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 3x² + px + 4 = 0 is 2/3, then find the value of p and the other root of the equation. നമുക്കിപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഈ p എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു റൂട്ട് ഉള്ളത് അതും കണ്ടുപിടിക്കാനുണ്ട്. 2 റൂട്ട് ഉണ്ടാവുമല്ലോ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 റൂട്ട് ഉണ്ടായിരിക്കും. അതിൽ ഒരു റൂട്ട് തന്നിട്ടുണ്ട്, മറ്റേ റൂട്ട് കണ്ടുപിടിക്കണം. അതിനോടൊപ്പം തന്നെ ഈ വാല്യൂ p കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മളിപ്പോൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 3x² + px + 4 = 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിന്റെ ഒരു 0 അല്ലെങ്കിൽ ഒരു റൂട്ട് എന്ന് പറയുന്നത് 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? p എന്താണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് p. അങ്ങനെയാണ് നമ്മൾ p കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു റൂട്ട് എന്താണെന്ന് അറിയാം? 2/3 ആണെന്ന് അറിയാം. ആ 2/3 ഈ x² ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? p കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാം. 3 × 2/3 whole square plus p × 2/3 + 4 = 0 ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം? നമുക്ക് തന്നിട്ടുണ്ട് ഈ പോളിനോമിയലിന്റെ ഒരു 0 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്വാഡ്രാറ്റിക് പോളിനോമിയല് അൺനോൺ വേരിയബിളിന് ആ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിനോമിയലിന്റെ വാല്യൂ എന്തായിട്ട് മാറും? =0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റൂട്ട് ഇവിടുത്തെ അൺനോൺ വേരിയബിളായ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പോളിനോമിയലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 2/3 0 എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ 2/3 ഇത് രണ്ടെണ്ണത്തിന് സ്ക്വയർ ചെയ്യാം. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 4. 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 9 + p × 2/3 + 4 = 0. നമുക്കിതിനി എന്ത് ചെയ്യാം? താഴെ നമുക്ക് ഒന്ന് LCM എടുക്കാം അല്ലെ. ഇവിടെ 9 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ എത്രയാണ് വരുന്നത്? 1. അപ്പൊ നമുക്ക് LCM 9 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 9 LCM എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 3 × 4 12 വരും. ഓക്കെ, ഇവിടെ 9 ആവാൻ വേണ്ടി ഇതിനെ കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിലത്തെ ടേമിനെ കൊണ്ട് എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × 3 എന്ത് വരും? 6p പ്ലസ് ഇവിടെ 1നെ 9 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 × 9 എത്രയാ? 36. 36 = 0. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 9നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0. അപ്പൊ 12 + 6p + 36 = 0. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് 9 × 0 എന്ന് പറയുമ്പോൾ 0 ആണ്. ബാക്കി ഈ ടേം എന്താ പറയുന്നത്? 12 + 6p + 36 = 0 ആണ്. നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് 12 + 6p + 36 = 0. ഇതിൽ 6p ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് ഓഫ്, ഇവിടെ എല്ലാം പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? മൈനസ് ആയിട്ട് പോകും. മൈനസ് ഓഫ് 12 + 36. 12 + 36 = -48. അങ്ങനെയാണെങ്കിൽ p എന്ത് വരും? -48 / 6. എത്രയാ വരുന്നത്? അത് -8. 8 × 6 എത്രയാണ്? 46. അപ്പൊ p യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. p = -8. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്.
ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു പാർട്ട് ഉണ്ട്, ഫൈൻഡ് ദ അതർ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? പി ഇസ് ഈക്വൽ ടു -8 ആണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ ഒരു റൂട്ട് 2/3 ആണെന്നും നമുക്കറിയാം. അപ്പൊ ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇക്വേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² - 8x. പിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? -x + 4 = 0 അല്ലെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോളിനോമിയൽ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ഇതിൽ നിന്ന് നമുക്ക് അതർ റൂട്ട്സ് ഏതാണ്, ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് പല മെത്തേഡിൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങളുടെ CBSE ടെക്സ്റ്റ് പ്രകാരം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് പല കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർ ഈസി ആയിട്ട് കാണിക്കും, കാരണം 3ലും 4ലും നമുക്ക് ഒരുപോലെ കോമൺ ഫാക്ടർ വരുന്ന രീതിയിൽ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയണം. ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ ഇതിനെ ചില ടേംസ് ഒക്കെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നോക്കിക്കേ, ഇതിനെ 6 2 എന്ന് ഡിവൈഡ് ചെയ്താൽ -8നെ നമുക്ക് -6 - 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇതിലും പോവും, 2 4ന്റെ ഫാക്ടറുമാണ്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ വേറൊരു മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ മെത്തേഡിൽ നമുക്ക് CBSE ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനുശേഷം കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് CBSE ടെക്സ്റ്റ് പ്രകാരം ചെയ്യുന്നത് 3x² - 6x - 2x എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അതായത് 8x ആണല്ലോ, -6x + -2x എന്നാണ്, -8x ആണ്, പ്ലസ് 4 = 0. ഈ മെത്തേഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇത് കറക്റ്റായി സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ, അതല്ലാത്ത പക്ഷം നമ്മളുടെ കയ്യിൽ നിന്ന് ഇത് പോകും. സ്പ്ലിറ്റ് ചെയ്യും വേണം, കോമൺ എടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ ഇനി ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഈ രണ്ട് ടേമിന് എന്ത് ചെയ്യാം? 3x എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ 3x ഇവിടുന്ന് പോയാൽ എന്താണ്? x - 3 ഇവിടുന്ന് പോയാൽ 2 ആണ് വരുന്നത്. ക്ലിയർ? ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? -2 എന്ന് പറയുന്നത് കോമൺ എടുക്കാം. -2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? x വരും. ഇവിടെ -2 പോയി കഴിഞ്ഞാൽ -2 വരും, = 0. ഇതുപോലെ വരണം. രണ്ട് ബ്രാക്കറ്റിൽ എന്ത് വരണം? x - 2 വരണം. നമ്മൾ അതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ x - 2 വന്നു. അപ്പൊ ഇനിയിപ്പോ രണ്ട് ടേമിൽ x - 2 കോമൺ ആണ്. x - 2, പിന്നെ നമുക്ക് എന്ത് എഴുതാം? 3x - 2 = 0. ഇങ്ങനെ രണ്ടെണ്ണം a × b = 0 എന്ന് പറഞ്ഞാൽ aയോ bയോ c = 0 എന്നാണ് അതിനർത്ഥം. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ a × b = 0 ആവണമെങ്കിൽ ഐദർ എയോ ബിയോ 0 ആവണം, അല്ലാതെ എന്താവില്ല? ഈ a × b = 0 ആവില്ല. അതുപോലെയാണ് കിടക്കണേ. ഈ ഒരു നമ്പറും ഈ ഒരു ടേമും =0 വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ടേമും 0 ആയിരിക്കും. അതാണ് നമ്മുടെ ലോജിക്ക്. അതിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? x - 2 എന്ന് പറയുന്നത് 0 ആവാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? ഈ -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 വരും. ഒന്നെങ്കിൽ ഇതായിരിക്കും സൊല്യൂഷൻ, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത സൊല്യൂഷൻ എന്താ? x - 2ന് ഒരു വാല്യൂ ഉണ്ട്. വേറെ ഓപ്ഷൻ എന്താണ്? 3x - 2 = 0 ആയി വരാം. അങ്ങനെയാണെങ്കിൽ 3x എന്ത് വരും? നമുക്ക് ഈ -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 ആവും. x = 2/3 ആയിരിക്കും. അപ്പൊ കണ്ടോ, ഇത് തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ എക്സിന് വരാം. എക്സ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ എക്സ് എന്താവാം? 2/3 ആവാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സീറോസ് ഏതൊക്കെയാണ്? x = 2 ഉം x = 2/3 ആണ് രണ്ട് ഓപ്ഷൻസ് വരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചു അതർ റൂട്ട് എന്താണ്? x = 2. ഇനി ഞാൻ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, ഈ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയും. കുറച്ച് ലെങ്തി ആണെങ്കിലും അത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആ രീതിയിൽ ഞാനൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ക്ലിയർ?
ഇത് നമ്മുടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ബുദ്ധിമുട്ടായ കുട്ടികൾക്ക് റഫായിട്ട് നിങ്ങളുടെ ബാക്ക് സൈഡിൽ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ ആൻസർ എഴുതണതിന്റെ കൂടെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ക്വസ്റ്റ്യനിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം, ആ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊരു ലെങ്തി പ്രൊസീജിയർ ആണ്, എങ്കിലും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് 2 പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് റഫായിട്ട് ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 സൊല്യൂഷൻസ് കിട്ടും, 2 സീറോസ് എന്താന്നുള്ളത് കിട്ടും. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ആൻസറിന്റെ കൂടെ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡാണ്. അപ്പൊ ഇതൊന്ന് ചെയ്താണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, 3x² - 8x + 4 = 0. ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ x²ന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ശരിക്കും ശ്രദ്ധിക്കാം, x² കോഎഫിഷ്യന്റ് 1 ആക്കണം. x² കോഎഫിഷ്യന്റ് 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇതിനെ all divided by 3 ചെയ്താൽ മതി. ഇല്ലേ, മൊത്തം ഇക്വേഷന് divided by 3 ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു, ഇത് 3 divided by 3, ഇവിടെ 1 വന്നു. 8 divided by 3 -8/3 വന്നു. ഇവിടെ 4 divided by 3 വന്നു. 0 divided by 3 എന്താ, 0 തന്നെ. അപ്പൊ ഇങ്ങനെ എഴുതിയെടുത്തു. എന്നിട്ട് ഇതിലെ മിഡിൽ ടേം നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എടുക്കുക. ഞാൻ അവിടെ a+b എന്ന് എടുത്തു എന്നേ ഉള്ളൂ, വേറൊരു ടേം എടുത്തു, കുഴപ്പമൊന്നുമില്ല. 8/3 എന്ന് പറയുന്നതാണ് a+b. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ab എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, 4/3. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ എടുത്തെഴുതി. ഇതിന് ശേഷം ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. a - b² = a+b² - 4ab. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിക്കാത്തവരാണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. a - b² = a+b² - 4ab. ഇതിൽ a - b² = a+b ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, 8/3² - 4 × 4/3. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇതിനെ ഒന്ന് ചെയ്യാം. 8² എന്ന് പറയുന്നത് 64 ആണ്, 3² എന്ന് പറയുന്നത് 9 ആണ്, -4 × 4 16 ആണ്. താഴെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. ഈ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണല്ലോ, 2 3ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ നമുക്ക് LCM എന്താണ്, 9 ആണ്. അപ്പൊ 9 LCM ആണ്. ഇതിന് 9 തന്നെ ആയതുകൊണ്ട് ഇവിടെ 2 സൈഡിലും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ LCM 9 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 സൈഡും. 64 × 1 64, 16 × 3 ഇവിടെ വരും. 16 × 3 നെക്സ്റ്റ് സ്റ്റെപ്പിൽ 48 ആണ്. അപ്പൊ 64 - 48 divided by 9 വരും. ഇതൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഡീറ്റെയിൽ ആയി എഴുതിയപ്പോൾ 3 സ്റ്റെപ്പ് വന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ പെൻസിൽ വെച്ച് റഫ് സൈഡ് ആയിട്ട് ചെയ്ത് നോക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പൊ 64 - 48 divided by 3 = 16/9 വരും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്ത് കിട്ടി, a - b² = 16/9 ആണ്. a - b എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് എടുക്കുക, 16ന്റെ റൂട്ട് 4 ആണ്, 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങോട്ട് വരാം. a+b എന്ന് പറയുന്നത് 8/3 ആണ്, a - b നമ്മൾ കണ്ടുപിടിച്ചു 4/3. ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷനെ ആഡ് ചെയ്യാം. 2 ഇക്വേഷനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബിയും ക്യാൻസൽ ആയി പോവും. ഈ എയും ആഡ് ചെയ്താൽ 2a കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും, സെയിം ഡിനോമിനേറ്റർ അല്ലേ, 8/3ക്കും 4/3ക്കും ന്യൂമറേറ്ററിൽ മാത്രം ആഡ് ചെയ്യാം. 8 + 4 എന്ന് പറയുന്നത് 12/3 വരും. 12/3 4 ആണ്. അതായത് 2a = 4. a എന്ത് വരും, 4/2 2. നമ്മുടെ ഒരു 0 കിട്ടിയോ, 2 അല്ലേ നമ്മുടെ നേരത്തെ കിട്ടിയ 0. ഇനി ഇത് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ab = 4/3. ആ എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, ab = 4/3. എയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക, 2b = 4/3. അപ്പൊ b എന്തായി, 2/3. ഇത് തന്നെ നിങ്ങളുടെ വേറെ 0 ഉണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതൊരു ലെങ്തി പ്രൊസീജിയർ ആയി തോന്നും, പക്ഷെ നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ആ ടെൻഷൻ അടിച്ച് ആ നേരത്തെ ഇരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട്, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇത് ശരിയാവണില്ല, അത് കഴിഞ്ഞ് അതൊന്ന് കോമൺ എടുക്കാൻ കിട്ടുന്നില്ല, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെൻസിൽ എടുക്കുക, റഫായി ചെയ്ത് നോക്കുക. ഈ മെത്തേഡ്, ഈ ഒരു ഇക്വേഷൻ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കണം, 2 ആഡ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള മെത്തേഡ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. 2-3 ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സൊല്യൂഷൻ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 2 സീറോസ് ഇതുപോലെ 2 ഉം 2/3 ആണെന്ന് കണ്ടുപിടിക്കും. ഏത് ഇക്വേഷനെയും കണ്ടുപിടിക്കാൻ പറ്റും.
ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അതല്ല സെലക്ടിങ് ദ മിഡിൽ ടേം നീറ്റായി ചെയ്യാൻ അറിയാവുന്നവർ അത് തന്നെയാണ് ബോർഡ് എക്സാമിന് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ CBSE ടെക്സ്റ്റ് ബുക്കിൽ പ്രിഫർ ചെയ്യുന്നതും. അങ്ങനെ തന്നെ ചെയ്യണം. അത് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ളവർ മാത്രം റഫായി ചെയ്ത് നോക്കിയിട്ട് ആൻസർ എടുത്ത് എഴുതാൻ മാത്രം, പെന്നോണ്ട് ആൻസർ എടുത്ത് എഴുതുക, എന്നിട്ട് റബ്ബ് ചെയ്ത് കളയും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പോളിനോമിയൽസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിപ്പീറ്റഡ് ആയി ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒരു നോട്ടിൽ ഇത് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് സമയമില്ല, ആദ്യത്തെ എക്സാം മാത്സ് ആണ്. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾ. ഓൾ ദി ബെസ്റ്റ്.